നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. IELTS ഐൽസ് എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. ഇക്കാലത്ത് ഒട്ടനവധി ആളുകൾ സംസാരിക്കുന്ന ഒരു കാര്യമാണ് IELTS എന്നുള്ളത്. അപ്പോൾ എന്താണ് ഈ IELTS? ഇതൊരു ഇംഗ്ലീഷ് പ്രൊഫഷൻസി ടെസ്റ്റാണ്. ഇത് ആർക്ക് പഠിക്കാം? ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? എങ്ങനെ ഇതിൽ നല്ല സ്കോർ നേടുവാനായിട്ട് കഴിയും? ഈ IELTSുമായി ബന്ധപ്പെട്ട് അറിയേണ്ടതല്ല. അതുമാത്രവുമല്ല, IELTSുമായി ബന്ധപ്പെട്ട് പുതിയ മാറ്റങ്ങൾ, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കുന്നത്. കാര്യങ്ങളൊക്കെ നമുക്ക് ഈ മേഖലയിൽ ഒരു എക്സ്പേർട്ടുമായി സംവദിച്ചുകൊണ്ട് മനസ്സിലാക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ടൊരു ചെറിയ കാര്യം, ഈ വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അപ്പോൾ ഈ IELTSുമായി ബന്ധപ്പെട്ട് അറിയേണ്ടതല്ല, അതല്ലെങ്കിൽ പുതിയ മാറ്റങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ഈ മേഖലയിൽ ഒരു എക്സ്പേർട്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്, സ്വപ്ന ജോസഫ്. മാഡം ഏതാണ്ട് 25ഓളം വർഷങ്ങളായിട്ട് ഇംഗ്ലീഷ് ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ മേഖലയിൽ ഒരു പ്രമുഖ ട്രെയിനിങ് സ്ഥാപനമായിട്ടുള്ള കരിയർ വേവ് അസോസിയേറ്റ്സിൻ്റെ പാർട്ട്ണറാണ്. ഇതിലൊക്കെ ഉപരി മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഒമാനിൽ ഉൾപ്പെടെ ടീച്ചിങ് മേഖലയിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം മാഡത്തിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം. മാഡം, വെൽക്കം ടു കരിയർ പാത്വേ. IELTS നമ്മൾ ഒത്തിരി കേൾക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ നമുക്ക് പലർക്കും ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒരു പക്ഷേ അറിയണമെന്നില്ല. പ്രത്യേകിച്ച് ഈ വിദേശത്ത് പോകുന്നവരൊക്കെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ എനിക്ക് ബേസിക്കായിട്ട് തുടങ്ങിയിട്ട് പുതിയ മാറ്റങ്ങൾ വരെ ഒന്ന് സൂചിപ്പിക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ഈ IELTS ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്, ഇത് എഴുതിയത് കൊണ്ട് എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് അതൊന്ന് സൂചിപ്പിക്കാമോ? IELTS എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റം എന്നാണ് പറയുന്നത്. ഇത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അറിവളക്കുന്ന ഒരു പരീക്ഷയല്ല, പക്ഷേ നമ്മുടെ നൈപുണ്യം അഥവാ സ്കില്ലിനെ ഒന്ന് വെറുതെ ഇംഗ്ലീഷ് സ്കില്ല് മാത്രമല്ല നോക്കുന്നത്. കുറെ ഇംഗ്ലീഷ് എനിക്കറിയാം എന്നതുകൊണ്ട് കാര്യമില്ല. അല്ല, ഇംഗ്ലീഷിന്റെ 4 സ്കില്ലുണ്ട്. ഇപ്പൊ നമ്മൾ ഏത് ഭാഷ എടുത്താലും അതിന് 4 സ്കില്ലുണ്ട്: ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. ഈ 4 സ്കില്ലും ഒരുപോലെ പെർഫോം ചെയ്യുന്ന ഒരു വ്യക്തിക്കാണ് നല്ല ഒരു സ്കോർ IELTSൽ ലഭിക്കുന്നത്. ശരി, അപ്പൊ ഈ IELTS ഇതാരാണ് സംഘടിപ്പിക്കുന്നത് മുതൽ അതിന്റെ ബെനിഫിറ്റ്സ് വരെ അതൊന്ന് സൂചിപ്പിക്കാം. IELTSന്റെ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസ് ആണ്. ഇന്ത്യയിൽ അതിന്റെ അഡ്മിനിസ്ട്രേഷൻ IDB ഓസ്ട്രേലിയ ആണ്. മുൻപ് ബ്രിട്ടീഷ് കൗൺസിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഇന്ത്യയിൽ ബ്രിട്ടീഷ് കൗൺസിൽ ഇല്ല. പക്ഷെ വേൾഡ് ലെവലിൽ ബ്രിട്ടീഷ് കൗൺസിൽ ഇപ്പോഴും അതിന്റെ ടെസ്റ്റ് നടത്തുന്ന ഒരു പാർട്ട്ണറാണ്. ഈ IELTS ഒരുപക്ഷെ വിദേശ പഠനം അല്ലെ, മൈഗ്രേഷൻ, ഇതിനൊക്കെ ആയിട്ടാണല്ലോ പൊതുവെ കുട്ടികൾ ഇത് പഠിക്കുന്നത് അല്ലെ. അപ്പം ഇത് ഡിഫറെന്റ് ടൈപ്പ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത് എന്തൊക്കെയാണ്, അതൊന്ന് സൂചിപ്പിക്കാമോ? പ്രധാനമായിട്ടും IELTSന്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് IELTS അക്കാഡമിക് ആൻഡ് IELTS ജനറൽ. ഒരു പഠന ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ സാധാരണയായിട്ട് IELTS അക്കാഡമിക് ആണ് എഴുതുന്നത്. അതേസമയം നമ്മൾ ഒരു ഇമിഗ്രേഷന്റെ ആവശ്യങ്ങൾക്കോ ജോലിയുടെ ആവശ്യങ്ങൾക്കോ ഒക്കെ പോകുമ്പോൾ IELTS ജനറൽ ആണ് എഴുതുന്നത്. അപ്പോൾ ഈ IELTS UKVI എന്നൊക്കെ കേട്ടിട്ടുണ്ട്, അതെന്തായിരിക്കും? അതെ, UKVI എന്ന് പറയുന്നത് UKയുടെ വിസാസ് ആൻഡ് ഇമിഗ്രേഷൻ വേണ്ടി നടത്തുന്ന ഒരു അതിന്റെ സ്പെസിഫിക് ആയിട്ട് അല്ലെ, കൂടുതൽ സാധാരണ IELTSുമായിട്ട് കണ്ടന്റ് ഒക്കെ ഏകദേശം സെയിം തന്നെയാണ്. പക്ഷെ അതിന്റെ അഡ്മിനിസ്ട്രേഷൻ, അതിന്റെ ഒരു സെക്യൂരിറ്റി മെഷേഴ്സിൽ അല്പം വ്യത്യാസമുണ്ട്, റെക്കോർഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ശരി, അപ്പോൾ എനിക്ക് ചോദിക്കാൻ ഞാൻ വന്നത്, ഈ IELTS ജനറലും IELTS അക്കാഡമിക്കും ഇത് തമ്മിൽ ഈ 4 മൊഡ്യൂളുകളാണല്ലോ അല്ലെ എല്ലാത്തിനും. വേറെ എന്താ ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം, അതൊന്ന് സൂചിപ്പിക്കാം. ഇതിപ്പോ നമ്മൾ 4 സ്കിൽ എടുക്കുമ്പോൾ ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് എടുക്കുമ്പോൾ റീഡിംഗിലും റൈറ്റിംഗിലുമാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. അതായത് റീഡിംഗ് എടുക്കുമ്പോൾ അക്കാഡമിക് IELTS ആണെങ്കിൽ അതിന്റെ പാസേജസ് അക്കാഡമിക് നേച്ചർ ഉള്ള പാസേജസ് ആയിരിക്കും. അതേസമയം ജനറൽ IELTS ആണെങ്കിൽ ജനറലി ഒരു ടോപ്പിക്സ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോഴും എനിക്ക് അറിയേണ്ടത്, ഈ IELTS എക്സാം എന്ന് പറയുമ്പോൾ മാഡം സൂചിച്ച പോലെ 4 സ്കില്ലുകൾ, 4 മൊഡ്യൂൾസ് ആണ്: റീഡിംഗ്, റൈറ്റിംഗ്, സ്പീക്കിംഗ്, ലിസണിങ് അല്ലേ. ഈ 4 മൊഡ്യൂളുകളും എങ്ങനെയാണ് അവർ അസസ് ചെയ്യുന്നത്? അതിനെക്കുറിച്ച് ഒരു പിക്ചർ തരാമോ? ലിസണിങ് ഒരു ഓഡിയോ ക്ലിപ്സ് നമ്മളെ കേൾപ്പിച്ചിട്ട് അതിന്റെ ബേസിസിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്ന് അത് ആൻസർ ചെയ്യണം. അപ്പൊ ഒരു 30 മിനിറ്റ് പല രീതിയിലുള്ള പല രാജ്യങ്ങളിലുള്ള ഇംഗ്ലീഷ് നമ്മളെ കേൾപ്പിക്കും. അത് ചിലപ്പോൾ ഒരാൾ സംസാരിക്കുന്നതായിരിക്കാം,
രണ്ടുപേര് തമ്മിലുള്ള Group of people ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരിക്കാം. അതിന്റെ സ്പീഡ് ലെവലിൽ വ്യത്യാസം ഉണ്ടാവും, ആക്സെന്റിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഇത് കേട്ടിട്ട് ഇതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് വായിച്ച് അതിനുള്ള ഉത്തരം അത് എത്ര സമയം കേട്ട് എത്ര സമയം എഴുതാൻ? 30 മിനിറ്റ് ആണ് കേൾക്കേണ്ടത്. 10 മിനിറ്റ് ആൻസർ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള ടൈം ഉണ്ട്. അപ്പൊ അത് ലിസണിംഗ് എന്ന മൊഡ്യൂളാണ്. അതെ. മറ്റു മൊഡ്യൂളുകൾ കൂടി. റീഡിങ്ങിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഒരു 3 പാസേജസ് തരും. 60 മിനിറ്റ് ആണ് സമയം തരുന്നത്. 40 ക്വസ്റ്റ്യൻസ് ഈ 60 മിനിറ്റിനുള്ളിൽ നമ്മൾ ആൻസർ ചെയ്യണം. ഈ റീഡ് ചെയ്തിട്ട് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം. അതെ, അതിൽ പല തരം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് കണ്ടുപിടിക്കേണ്ടി വരും. പാരഗ്രാഫിന് ഹെഡിങ് കൊടുക്കുക, അങ്ങനെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. സ്പീക്കിംഗ് സ്കിൽസ് എങ്ങനെയായിരിക്കും? സ്പീക്കിംഗ് ആവുമ്പോൾ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് പോലെ ഒരു 1-to-1 സ്പീക്കിംഗ് ആണ്. അവരുടെ ഒരു ഇൻസ്ട്രക്ടറുമായിട്ട് നമ്മൾ നേരിട്ട് എക്സാമിനറുമായിട്ട് നേരിട്ട് ഇരുന്ന്, അല്ലെങ്കിൽ ഒരു വീഡിയോ കോൾ വഴി എക്സാമിനർ നമ്മളെ ഒരു സ്ഥലത്ത് ഇരുന്ന് സംസാരിക്കുന്ന ഒരു രീതിയാണ്. ഒരു 10-15 മിനിറ്റിനുള്ളിൽ അത് നിൽക്കും സ്പീക്കിംഗ്. അത് 3 പാർട്ടായിട്ടാണ്. പാർട്ട് 1 എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ടറി പാർട്ടാണ്. പാർട്ട് 2-ല് നമുക്കൊരു ടോപ്പിക് തന്നിട്ട്, ഒരു സിറ്റുവേഷൻ തന്നിട്ട് അതിനെ പറ്റി നമുക്കൊരു പ്രോംപ്റ്റ് ആയിട്ട് 2-3 ക്വസ്റ്റ്യൻസും ഒരു കാർഡ്, ഒരു ക്യൂ കാർഡ് എന്ന് പറഞ്ഞൊരു കാർഡ് തരും. ഉദാഹരണത്തിന് ഫേവറേറ്റ് പ്ലേസ് യു വിസിറ്റഡ്, ഓർ ഗിഫ്റ്റ് യു റിസീവ്ഡ്, മെമ്മറബിൾ ഇവന്റ് ഇൻ യുവർ ലൈഫ്, അങ്ങനെ എന്തെങ്കിലും ഒരു ടോപ്പിക് തന്നിട്ട് നമ്മുടെ പേഴ്സണൽ ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് മെമ്മറിയിൽ നിൽക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും. അതിനുശേഷമാണ് പാർട്ട് 3 ഓഫ് സ്പീക്കിംഗ്. അത് കുറച്ചുകൂടെ വൈഡ് ആയിട്ടുള്ള, നമ്മളോട് സംസാരിച്ച ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ചുകൂടെ വൈഡ് ആയിട്ട്, അവിടെ കുറച്ച് നമുക്കൊരു അറിവും കൂടെ കലർത്തിയുള്ള ഒരു പ്രസന്റേഷൻ ഓഫ് ലാംഗ്വേജ്. നമ്മുടെ പൊതു അറിവും ഇവിടെ പൊതു അറിവ് മാത്രമല്ല, നമ്മുടെ ലാംഗ്വേജിന്റെ യൂസേജ്. കാരണം അതായത് നമുക്ക് ഒരു ഫെമിലിയർ സിറ്റുവേഷൻസിൽ ഇംഗ്ലീഷ് ഉപയോഗിക്കാൻ എല്ലാവർക്കും അറിയാം. പക്ഷെ അൺഫെമിലിയർ സിറ്റുവേഷൻസിൽ ലാംഗ്വേജ് ഇസ് എ ക്രിയേഷൻ. അതാണ് അവിടെ നോക്കുന്നത്. അപ്പൊ ഇപ്പം ഒരു മാറ്റമായിട്ട് മാഡം സൂചിപ്പിച്ച ഒരു കാര്യം, ഇപ്പം ഈ പെൻ ആൻഡ് പേപ്പർ കൂടാതെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും വന്നിട്ടുണ്ട്. ഇത് എന്തായിരിക്കും അതിന്റെ ഒരു വ്യത്യാസം? അതൊന്ന് സൂചിപ്പിക്കാം. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഏകദേശം ചില ഗൾഫ് കൺട്രീസിലൊക്കെ തന്നെ ഇപ്പൊ കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ് അവൈലബിൾ ആയിട്ടുള്ള ടെസ്റ്റ് തന്നെ. അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 5 days കൊണ്ട് റിസൾട്ട് കിട്ടും. പെട്ടെന്ന് റിസൾട്ട് അതെ, 14th ഡേയിലാണ് റിസൾട്ട് വരിക. അത് മാത്രമല്ല, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം എഴുതുമ്പോൾ നമുക്ക് ഒരു മൊഡ്യൂൾ ആയിട്ട് വേണമെങ്കിൽ റീടെസ്റ്റ് എടുക്കാം. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അതേപോലെ തന്നെ ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന് വേറെ എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് സൂചിപ്പിക്കാനായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് പറയാനായിട്ടുണ്ടോ? അഡ്വാൻറ്റേജ് ഇപ്പൊ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ വളരെ മോശമായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ കമ്പ്യൂട്ടറിലാണെങ്കിൽ നമ്മൾ അത് അറിയുപോലും ഇല്ല. പക്ഷെ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. കമ്പ്യൂട്ടർ സ്കില്ല് കുറവുള്ളവർക്ക്, അതെ, കമ്പ്യൂട്ടർ സാവി അല്ലാത്തവർക്ക് അതൊരു, അപ്പൊ അങ്ങനെയുള്ളവർ പക്ഷേ പെൻ ആൻഡ് പേപ്പർ ആയിരിക്കും നല്ലത്. പക്ഷെ പെട്ടെന്ന് റിസൾട്ട് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. അപ്പൊ ഇവിടെ നമ്മുടെ ഇന്ത്യയിലും അത് കോമൺ ആയിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് റിസൾട്ട് പെട്ടെന്ന് കിട്ടും, മൊഡ്യൂൾ റീടേക്ക് പോസിബിൾ ആണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഒരു ടെസ്റ്റ് എടുത്തു. ഇൻ കേസ് ഞാൻ അതിൽ ഫെയിൽ ആയാൽ എനിക്ക് റീടെസ്റ്റ് എപ്പോൾ എടുക്കാനായിട്ട് പറ്റും? അത് എപ്പോൾ വേണമെങ്കിലും നമുക്കൊരു അവൈലബിലിറ്റി അനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും ഒരു സ്ലോട്ട് അവൈലബിൾ ആകുന്ന സമയത്ത് എടുക്കാനായിട്ട്. അപ്പോഴും ഇതിന്റെ എക്സാം ഫീ വളരെ കൂടുതലാണ് എന്ന് കേട്ടിട്ടുണ്ട്. അതിനെ കുറിച്ചൊന്നും പറയാം. അപ്പൊ ഒരു പ്രാവശ്യം എഴുതുമ്പോൾ തന്നെ ഏകദേശം ഒരു 17,000 രൂപയാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടേക്കിൽ തന്നെ ക്ലിയർ ചെയ്യാനായിട്ടുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോഴും ഈ ഒരു IELTS ടെസ്റ്റ്, അതിന് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട്, അതിന്റെ വാലിഡിറ്റി, ആ കാര്യങ്ങളൊക്കെ ഒന്ന് സൂചിപ്പിക്കാമോ? IELTS എഴുതിയാൽ നമുക്ക് പുറത്തോട്ട് പഠിക്കാൻ പോകാനായിട്ട് അക്കാഡമിക് IELTSന് പ്രയോജനം ലഭിക്കും, ഇമിഗ്രേഷനും പ്രയോജനം ലഭിക്കും. അപ്പം വാലിഡിറ്റി ടെസ്റ്റ് ഡേറ്റ് മുതൽ 2 വർഷമാണ്, 2 years വാലിഡിറ്റി ഉണ്ട്. അപ്പൊ ആ വിത്തിൻ 2 years നമുക്ക് ഒരു യൂസ്ഫുൾ ആയിട്ട് അത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പൊ പഠിക്കാനും മൈഗ്രേഷനും എല്ലാ തന്നെയാണെങ്കിലും പ്രയോജനപ്പെടും. അതുപോലെ തന്നെയാണ് ഇപ്പൊ ഈ വർക്ക് വിസയിലൊക്കെ ചിലപ്പോൾ IELTS നിർബന്ധമല്ല എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ IELTS വേണ്ടാത്ത പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. പക്ഷെ എങ്ങനെയാണെങ്കിലും ഈ IELTSനൊന്ന് പ്രിപ്പറേഷൻ എങ്കിലും നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നന്നായിട്ട്, ഇനി വിദേശത്ത് പോകാൻ തന്നെ പ്ലാൻ ഇല്ലെങ്കിൽ പോലും IELTS ഒക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്താൽ നമ്മുടെ ലാംഗ്വേജ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാം. അതും ഈ 4 ഏരിയകളിലും ഡെവലപ്പ് ചെയ്യാം. ഒരു സാധാരണ സ്പോക്കൺ ഇംഗ്ലീഷ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ സ്പീക്കിംഗ് മാത്രമേ ഫോക്കസ് ചെയ്തിട്ട് ട്രെയിനിങ് ഉണ്ടാവുള്ളൂ. അതേസമയം IELTSന്റെ പ്രിപ്പറേഷനിൽ 4 സ്കില്ലും വരുന്നുണ്ട്. അപ്പോഴും ഈ മറ്റ് ഇംഗ്ലീഷ് പ്രൊഫഷൻസി ടെസ്റ്റുകളുണ്ടല്ലോ, PTE പോലെയുള്ള, ഇപ്പം അല്ലെ TOEFL, ഇതുമായിട്ട് ഈ ഒരു IELTSനെ ഒന്ന് കമ്പയർ ചെയ്യുക, എന്തെങ്കിലും അതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ ഒന്ന്
കുറച്ചുകൂടെ വൈഡ്ലി ആക്സെപ്റ്റഡ് ആണ്. കൂടുതൽ രാജ്യങ്ങളിലേക്ക് യൂണിവേഴ്സിറ്റികൾ ആക്സെപ്റ്റഡ് ആണ് IELTS എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 2 മൊഡ്യൂൾ ഉണ്ട്. നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്കത് തിരഞ്ഞെടുത്ത് എഴുതാനായിട്ട് സാധിക്കും. എക്സാം ഫീയും അതൊക്കെ ആയിട്ട് എക്സാം ഫീ ഒക്കെ ഏകദേശം ഒരുപോലെയാണ്. എണ്ണം കൂടുതലാണ്, ഡേറ്റും അവൈലബിലിറ്റി കൂടുതലാണ്. അങ്ങനത്തെ കുറെ ബെനിഫിറ്റ്സ് അഡ്വാൻറ്റേജസ് ഉണ്ട് അല്ലേ. ഓക്കെ, ഇനിയും നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ നമ്മളുടെ ഈ ഒരു സ്ഥാപനം കരിയർ വേവ് അല്ലേ, ഈ ഒരു സ്ഥാപനത്തിൽ ഒരു സ്റ്റുഡൻറ്റ് പഠിക്കുന്നു, എന്ത് അഡ്വാൻറ്റേജ് നമുക്ക് ആ ഒരു കുട്ടിക്ക് അല്ലെ എന്തൊക്കെ ബെനിഫിറ്റ്സ്, ഒരു എക്സ്ട്രാ ഒരു ബെനിഫിറ്റ് നമുക്ക് ഓഫർ ചെയ്യാനായിട്ട് പറ്റും? പ്രധാനമായിട്ടും നമ്മൾ വളരെ നോമിനൽ ആയ ഒരു ഫീസാണ് ഇതിന് എടുക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യം, ഒരു IELTS പഠിക്കുന്ന, അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അത് കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് വരാം. ഒരു IELTS പഠിക്കാനായിട്ട് ഒരു ഡ്യൂറേഷൻ, ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് എത്ര സമയം വേണ്ടി വരുമായിരിക്കും? അത് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഒരാളില് ഞങ്ങളുടെ അടുത്ത് വരുമ്പോഴുള്ള ഒരു സ്കിൽ ലെവൽ ഉണ്ടാവും. അത് നമ്മൾ അക്വയർ ചെയ്തിരിക്കുന്ന ഒരു സ്കിൽ ലെവൽ ഉണ്ടായിരിക്കും. അതെ, വളരെ ഫ്ലുവന്റ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഒരു 1 വീക്കോ 2 വീക്സ് കൊണ്ട് എക്സാം എഴുതാനായിട്ട് സാധിക്കും. അതേസമയം മുഴുവനായിട്ട് മലയാളം മീഡിയത്തിൽ മാത്രം പഠിച്ച് മലയാളം മാത്രം സംസാരിച്ച് കേരളത്തിൽ തന്നെ ജീവിച്ച് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആകുമ്പോൾ തീർച്ചയായിട്ടും ഒരു 2-3 മാസത്തെ ഒരു പ്രിപ്പറേഷൻസ് ഒരു മാസം ആവറേജ് മതി. ഇപ്പോഴത്തെ കുട്ടികൾ വളരെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്, അവരെ ലാംഗ്വേജ് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ഒരു സ്ഥാപനം, ഈ കരിയർ വേവ് എന്നൊരു സ്ഥാപനത്തിന് ഇതിനകത്ത് ഈ ഒരു ട്രെയിനിങ്ങിൽ IELTS ട്രെയിനിങ്, അതിനകത്ത് എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ്, ഒരു എക്സ്ട്രാ ഇത് സൂചിപ്പിക്കാനായിട്ടുണ്ടോ? ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ അറ്റൻഷൻ ആണ്. ഇൻഡിവിജ്വൽ ക്ലാസ് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇൻഡിവിജ്വൽ അറ്റൻഷൻ. ഒരാളുടെ ഒരു കഴിവിനനുസരിച്ചുള്ള ഒരു കെയർ നമ്മൾ കൊടുക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യത്തെ അറ്റംപ്റ്റില് ഒരാൾക്ക് കിട്ടാവുന്നതിന്റെ ഒരു മാക്സിമം സ്കോറിൽ എത്തിക്കാനായിട്ട് സാധിക്കാറുണ്ട്. പിന്നീട് അവിടെ എന്താണ് പോരായ്മ എന്ന് നമുക്ക് അസസ് ചെയ്തിട്ട് വേണമെങ്കിൽ മാത്രമേ നമുക്കൊരു അഡീഷണൽ ട്രെയിനിങ്ങിന്റെ ആവശ്യം അവിടെ വരുന്നുള്ളൂ. പിന്നെ മാഡത്തെ പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെ ഫാക്കൽറ്റി മെമ്പേഴ്സ്? അതെ, എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആണ്, ട്രെയിനേഴ്സ് ട്രെയിൻഡ് ആണ് ട്രെയിനേഴ്സ്. അതുകൊണ്ട് തന്നെ നല്ല റിസൾട്ടും നമുക്കുണ്ട്. നമ്മളിത് ഓൺലൈനിലാണോ ഓഫ്ലൈനിലാണോ എങ്ങനെയൊക്കെയാണ്? 2 മോഡ് ട്രെയിനിങ്ങും നമുക്ക് അവൈലബിൾ ആണ്. ഓൺലൈനും ഉണ്ട്, ഓഫ്ലൈനും ഉണ്ട്. ഓൺലൈൻ നമ്മൾ വീഡിയോ റെക്കോർഡഡ് സെഷൻസ് അല്ല കൊടുക്കുന്നത്, ഒരു ട്രെയിനറെ വെച്ചിട്ട് കൊച്ചു ഗ്രൂപ്പുകളായിട്ട് അവർക്ക് വേണ്ട അറ്റൻഷൻ കൊടുത്താണ് പഠിപ്പിക്കുന്നത്. റീഡിങ്ങും ലിസണിങ്ങും പ്രാക്ടീസ് ചെയ്യാനായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എവിടെ നിന്നുള്ളവർക്കും ഓൺലൈനിലും ട്രെയിനിങ് അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും ഓൺലൈൻ ട്രെയിനിങ് അവൈലബിൾ ആണ്. ഓൺലൈൻ പഠിക്കുന്നവർക്ക് അക്കാഡമി കോട്ടയത്താണ്. കോട്ടയത്ത് വന്ന് ഒരു മോക്ക് ടെസ്റ്റ് എഴുതണമെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അക്കാഡമിയിലേക്ക് വരാം. അതുപോലെ തന്നെ അക്കാഡമിയിൽ പഠിക്കുന്നവർക്ക് അഡീഷണൽ ആയിട്ട് ഓൺലൈൻ പ്രാക്ടീസ് എടുക്കണമെങ്കിൽ അതും അവൈലബിൾ ആണ്. അതെ, നമ്മൾക്ക് ഈ IELTSന്റെ ട്രെയിനിങ് മാത്രമേ ഉള്ളൂ, അതേപോലെ PT പോലെയുള്ള ട്രെയിനിങ് ഓഫർ ചെയ്യുന്നുണ്ടോ? PT ഉണ്ട്, TOEFL ഉണ്ട്, സെൽപിപ്പിന്റെ ട്രെയിനിങ് ഉണ്ട്. അതുപോലെ തന്നെ ജർമ്മൻ ഭാഷ, ജർമ്മൻ ഇപ്പോ കുറെ പിള്ളേർ ജർമ്മൻ ട്രെയിനിങ്ങിലേക്ക് ഉണ്ട്. അപ്പൊ ഭാഷയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതുകൊണ്ടൊക്കെ ഒരു പ്രയോജനം കിട്ടുന്ന വിദേശ പഠനത്തിന്റെ ഒരു സേവനങ്ങളും നമ്മൾ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഇമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട സേവനങ്ങളും നൽകുന്നുണ്ട്. അപ്പം സ്റ്റഡി അബ്രോഡ് ഇമിഗ്രേഷൻ സേവനങ്ങളും നമ്മൾ നൽകുന്നുണ്ട്. അത് നമ്മൾ കാനഡ ബേസ്ഡ് ഒരു കമ്പനി ആയിട്ടാണ് ചേർന്നാണ് ചെയ്യുന്നത്. എനിവേ, താങ്ക് യു ഫോർ ദ വാല്യുബിൾ ഇൻഫർമേഷൻ. ഓക്കെ, അപ്പോൾ ഈ IELTSുമായി ബന്ധപ്പെട്ട് അറിയേണ്ടതെല്ലാമാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കിയത്. നിങ്ങൾക്ക് IELTSനെ കുറിച്ച് കൂടുതൽ അറിയണം, അതല്ലെങ്കിൽ ഈ മേഖലയിലെ ട്രെയിനിങ്ങൾ എടുക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ കരിയർ വേവുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. കരിയർ വേവ് അസോസിയേറ്റ്സിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ ഞാൻ വീഡിയോയിൽ നൽകുന്നുണ്ട്, അല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും അതിൻ്റെ ഡീറ്റെയിൽസ് നൽകിയേക്കാം. IELTS മാത്രമല്ല, ഈ മേഖലയിൽ മറ്റ് ഇംഗ്ലീഷ് പ്രൊഫഷൻസി ടെസ്റ്റുകൾ, ഉദാഹരണത്തിന് PT, TOEFL, ഇതൊന്നും അല്ലെങ്കിൽ ജർമ്മൻ ലാംഗ്വേജിൻ്റെയൊക്കെ ഭാഷാ പഠനത്തിനുമൊക്കെ ആയിട്ട് ഈ കരിയർ വേവ് അസോസിയേറ്റ്സിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഏതായാലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.